ചിത്തിര നക്ഷത്രത്തിന്റെ പകുതി ഭാഗം നമുക്ക് കന്നിയിലും ബാക്കി പകുതി ഭാഗം നമുക്ക് തുലാത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് രാശിയിൽ നിൽക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കന്നി രാശിയിൽ നിൽക്കുന്നവർക്ക് കണ്ടകശനിയാണ്. തുലാൻ രാശിയിൽ നിൽക്കുന്നത് അവർക്ക് കണ്ടകശനിയൊന്നുമില്ല, 6-ലെ ശനീശ്വരനാണ്. അപ്പൊ 6-ലെ ശനീശ്വരൻ ഏറ്റവും നല്ല ഭാവമാണ്. എന്ത് ധൈര്യം തരും നമുക്ക്, എന്ത് വേണമെങ്കിൽ ആവട്ടെ മുന്നോട്ട് പോവാം എന്നൊക്കെയുള്ളൊരു ധൈര്യം തരും. ഈ കന്നി രാശിയിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ 7-ലാണ് തടസ്സങ്ങളാണ് സൃഷ്ടിക്കുക. അപ്പോൾ ഈ രണ്ട് ഭാവത്തിൽ നിൽക്കുന്നവർക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 9-ാം ഭാവത്തിലാണ് തുലാം രാശിക്കാർക്ക് വ്യാഴം വരുന്നത്. ഇത്ര നാളെ അവർക്ക് അഷ്ടമത്തിലായിരുന്നു. ഈ മെയ് മാസം 14-ാം തീയതിയോട് കൂടി അവർക്ക് 9-ലേക്ക് വരുന്നു, ഇവർക്ക് 10-ലേക്ക് വരുന്നു. അപ്പോൾ വ്യാഴത്തിന് തന്നെ സർവ്വ ഈശ്വരകാരകത്വം ഉണ്ട്, നല്ലപോലെ പ്രാർത്ഥിക്കുക. ശനിയാണെങ്കിൽ ഈ തുലാം രാശിക്കാർക്ക് 6-ലെ ശനി ഏറ്റവും നല്ല രാശിയാണ്. കാര്യങ്ങളൊക്കെ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. അത് നന്നായിട്ട് മുന്നോട്ട് പോവാം. പിന്നെ കുട്ടികളാണെങ്കിലും ചിത്തിര നക്ഷത്രക്കാര് ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഗവൺമെന്റ് ജോലിയല്ല, സാധാരണ ഒരു ഇന്റർവ്യൂവിന് പോകുന്നതാണെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ട്. ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ച് വലിയ തടസ്സങ്ങളില്ല, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഗണപതിക്കാണ് നമ്മളിവിടെ കൂടുതൽ കർഗമാല കൊടുക്കുക, അട ഒറ്റപ്പം നിവേദ്യം കൊടുക്കുക, ദേവീക്ഷേത്രത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാട് ചെയ്യാം, ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കന്നിയിലിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്കും അത്ത നക്ഷത്രക്കാരും തുലാത്തിലിരിക്കുന്ന ചിത്തിര നക്ഷത്രക്കാർക്കും തമ്മിൽ നന്നായിട്ട് പോകാനായിട്ട് സാധിക്കും.